സാർ, ഏത് സമയത്തും യുദ്ധം തീരുമെന്നുള്ളൊരു പ്രതീതി US, ഇസ്രായേൽ, ഇറാൻ തുടങ്ങിയ 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസ്ഥ ആ രീതിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വേരിയേഷൻസ് ഒരു വശത്ത് നടക്കുന്നു. മോഡിയുടെ ഇൻ്റർഫിറൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ യുദ്ധം തീരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് USA ഒക്കെ ഒരു പ്ലോയി മാത്രമാണോ ഈ തീരാൻ പോകുന്നു എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്? ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടുകയും ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറിനോട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ വളരെ സുപ്രധാനമായ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് അമേരിക്ക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ വളരെ ആശാവഹമാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, വി ആർ കീപ്പിംഗ് ഇന്ത്യ ഇൻ ദ ലൂപ്പ് എന്ന് പറഞ്ഞു. ഇന്ത്യയും ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു സംഭവ വികാസങ്ങൾ ഇന്ത്യയും അറിയിച്ച് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ് അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ നൽകിയത്. അപ്പോൾ വിദേശ മാധ്യമങ്ങളിലൊക്കെ ഞാനിങ്ങനെ കുറേ ശ്രദ്ധിച്ചു, ആരാണ് ഈ ഇറാനിലെ ഈ വിശിഷ്ട വ്യക്തി ഇപ്പൊ അമേരിക്ക ബന്ധപ്പെടുന്നത്. അപ്പോ ചില വിദേശ മാധ്യമങ്ങളിലൊക്കെ തരുന്ന സൂചനകൾ, പ്രത്യേകിച്ച് CNN, ഇറാന്റെ ഇപ്പോഴത്തെ പാർലമെന്റ് സ്പീക്കറുമായിട്ടാണ് അമേരിക്ക ചർച്ച നടത്തുന്നത്. അപ്പൊ അദ്ദേഹം ഖമനയുടെ ഒരു വലിയ വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് പഴയ ഒരു IRGC, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഒരു പഴയ ഓഫീസറുമാണ്. അദ്ദേഹത്തിന് IRGC ആയിട്ടും അതുപോലെ തന്നെ ഖമനൈ കുടുംബവുമായിട്ടും ഒക്കെ വലിയ അടുത്ത ബന്ധമാണ്. ഇറാന്റെ പാർലമെന്റ് 2 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്. അന്നൊന്നും വലിയ വോട്ടൊന്നും കിട്ടിയിട്ടുമില്ല, അതും കൂടെ പറയണമല്ലോ. അപ്പോ ഇദ്ദേഹവുമായിട്ടാണ് ചർച്ച നടത്തുന്നതെന്നാണ് നമ്മൾ വിദേശ മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചർച്ച അവസാനിക്കും എന്നുള്ളത് ശുഭാപ്തി വിശ്വാസമാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. അത് പക്ഷെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും, ചില സമയത്ത് അദ്ദേഹം പൊട്ടിത്തെറിക്കും. ഈ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, മെർക്കൂറിയൽ എന്ന്. അതായത് ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചില മൂഡ് സ്വിങ് അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു വ്യത്യസ്തത, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ആർക്കും അറിയുന്നില്ല. അപ്പം ഇന്ത്യ ഇതിനകത്തിൽ ബന്ധപ്പെടുത്തിയതിന് ഒരു കാരണമുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് പാകിസ്ഥാനിൽ വെച്ചല്ലേ ചർച്ച നടത്തുന്നു എന്ന് പറയുന്നത്, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അതെ, പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങളൊന്നും ആയിട്ടില്ല. എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നു അത് വിശദാംശമായിട്ട് നമുക്കത് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു വിലയിരുത്തൽ, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിൽ ഇപ്പം ഈ എണ്ണയുടെ അതായത് പെട്രോൾ, ഡീസൽ, ഇതിൻ്റെ പ്രകൃതിവാതകം, അതുപോലെ LPG, ഇതിൻ്റെയൊക്കെ വലിയ ഷോർട്ടേജ് ഉണ്ട്. ഇന്ത്യയിലല്ല, ഇന്ത്യയെക്കാളും കൂടുതൽ ഇത് ശ്രീലങ്ക, നേപ്പാള്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ന് രാവിലെ ഫിലിപ്പൈൻസിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാരണം അവിടെ ജനം ഒരുമാതിരി വയലന്റ് ആകുകയും കലാപങ്ങൾ തുടങ്ങുകയും ചെയ്തു, ഈ LPGക്കും പെട്രോളിനും ഒക്കെ. ശ്രീലങ്കയിൽ 60 ലിറ്റർ പെട്രോളാണ് കൊടുക്കുന്നത്, അതിൽ കൂടുതൽ കൊടുക്കില്ല. സത്യത്തിൽ മിക്ക ബസ്സും ഒരു ബസ്സിന് ഒരു മൈലേജ് പറയുന്ന 6-7 കിലോമീറ്റർ ഒക്കെ, ചിലത് 4 കിലോമീറ്റർ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാല് ഒരു എത്ര വരും, വളരെ അതാണ്. അപ്പം പ്രാക്ടിക്കലി ബസ് സർവീസുകളൊക്കെ നിലച്ച മട്ടാണ് ശ്രീലങ്കയിൽ. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കാൻ, അതായത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ഈ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ കാരണം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഈ അഭിമാനം രക്ഷിച്ചുകൊണ്ട് തടി ഊരാൻ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യണമെന്ന് മോഡിയോട് ആവശ്യപ്പെടാനായിരിക്കാം ഒരുപക്ഷെ
ട്രംപ് ചെയ്തത്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിന് ശേഷം മോദി ഇറക്കിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹോർമുസിലോട്ടുള്ള ഗതാഗതം ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിനോട് ഇന്ത്യ യോജിക്കുന്നില്ലെന്നും അവിടെയുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനുള്ള ഏത് നടപടിയും ഇവിടെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനമാണ്. അപ്പോ ഈ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഫ്യൂവൽ ഷോർട്ടേജ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള ഫ്യൂവൽ ഷോർട്ടേജ്, അത് പിന്നെ ലോകത്തിന് ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് പിന്മാറാനൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വിഷയം. ഇറാൻ ആണെങ്കിലും ഒരു പക്ഷേ അത് സ്വീകാര്യമായിരിക്കാം. കാരണം അവർക്കും ഒന്ന് കീഴടങ്ങണ്ടല്ലോ. രണ്ടു കൂട്ടർക്കും അവസാനം ഈ ഒരു തീമില് യുദ്ധത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ ഇറാന് ഇതുവരെയുള്ള ഈ ഇറാൻ സ്പീക്കർ ഒഴിച്ച് ബാക്കിയുള്ളവരാരും തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. മാത്രമല്ല അത് അമേരിക്കയാണ് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് നഷ്ടപരിഹാരം വേണം എന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിനിടയ്ക്ക് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വേറെ ചില വാർത്തകൾ വരുന്നു. അതായത് സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് അദ്ദേഹത്തിനെ ട്രംപ് വിശേഷിപ്പിച്ചത് വാറിയർ പ്രിൻസ് എന്നാണ്, അതായത് യോദ്ധാവായ ഒരു ഭരണാധികാരി എന്നാണ്. കാരണം അദ്ദേഹം ഒരു കാരണവശാലും യുദ്ധം നിർത്തുന്നതിനെ അനുകൂലിക്കുന്നില്ല. ഇതാണ് മറ്റ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. കാരണം ഈ ഇറാൻ ഇപ്പോൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്, സൗദിയിലോ UAE-യിലോ അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ള ഏത് തന്ത്രപ്രധാന കേന്ദ്രവും ഞങ്ങൾക്ക് ആക്രമിക്കാനുള്ള ശേഷിയുണ്ടെന്ന്. ഏറ്റവും കൂടുതൽ ഇറാൻ മിസൈൽ അയച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കല്ല, UAE-യിലേക്കാണ്. ഈ പിന്നെ കുറച്ച് ദിവസം മുമ്പ് വരെ അത് 1200 മിസൈലുകളാണ് അയച്ചത്, മിസൈലും ഡ്രോണും എല്ലാം ഉൾപ്പെടെ. ഇസ്രായേലിലേക്ക് അതിൻ്റെ ഏതാണ്ട് 20% പോലും അയച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നീട് സൗദി, ഈ രണ്ട് രാജ്യങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അതായത് അറബികളെ ഒരു പാഠം പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഹോർമുസിലൂടെയുള്ള ഈ പിന്നെ എണ്ണയുടെ നീക്കം തടയുമ്പോൾ അത് ഏറ്റവും ബാധിച്ചിരിക്കുന്നത്, നമ്മൾ വിചാരിക്കും ഈ ഉപഭോക്താക്കളായ രാജ്യങ്ങളെ മാത്രമാണ് അവരുടെ രാജ്യത്ത് അത് വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അവരുടെ രാജ്യത്തെ ബഡ്ജറ്റിന്റെ കമ്മി അവിടെ വേറെ ഒരു വരുമാന മാർഗവും ഇല്ല. ഓയിലിന്റെ നീക്കം തടസ്സപ്പെട്ടാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ LNG-യുടെയും LPG-യുടെയും ഒക്കെ വിതരണം തടസ്സപ്പെട്ടാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 90% വരുമാനവും ഈ ഒരൊറ്റ LPG-യിൽ നിന്നാണ്, LNG ഗ്യാസിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഖത്തറിനെ സംബന്ധിച്ചും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത് ഈ യുദ്ധത്തിൽ വിജയിക്കാതെ ഇപ്പോൾ പിന്മാറിയാൽ നാളെ നിരന്തരം ഇറാൻ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം സൗദിയുടെ ഭീതിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. സൗദി പറയുന്നത് ഈ യുദ്ധം നിർത്തി അമേരിക്ക പോയാൽ ഹുതികൾ വീണ്ടും സൗദിക്ക് നേരെ ആക്രമണം നടത്തും. സൗദി ഇപ്പോൾ ദക്ഷിണ യമനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. സൗദി പട്ടാളം അവിടെ ഉണ്ട്. ഈ ഹുതി എന്ന് പറയുന്ന ഇറാന്റെ പിന്തുണയുള്ള ഷിയ പോരാളികൾ സൗദിക്ക് നേരെ വീണ്ടും മിസൈലുകൾ അയക്കാൻ തുടങ്ങും. എന്ത് ചെയ്യും? ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് അമേരിക്ക എന്താണോ ഉദ്ദേശിച്ചിരുന്നത്, അതായത് ഇതൊരു ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഷിയ സുന്നി ഏറ്റുമുട്ടലായിട്ട് ആ നരേറ്റീവ് സൃഷ്ടിച്ചിട്ട് അമേരിക്കയ്ക്ക് വേണം സൗകര്യപൂർവ്വം കൈയൊഴിയത്തില്ല. സൗദിയെ സഹായിക്കുന്ന അമേരിക്കയായിട്ട് മാറും. സൗദിയെ കൊണ്ടും UAE കൊണ്ടും നേരിട്ട് യുദ്ധം ചെയ്യിക്കുക എന്നുള്ള രീതിയിലേക്ക് യുദ്ധം മാറുന്നില്ലേ? UAE യുദ്ധത്തിന് ഇറങ്ങുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സൗദി നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനോട് അവരെ ഈ വിഷയം ആവശ്യപ്പെടുകയും ചെയ്തു. അത് പാകിസ്ഥാൻ സൈന്യവും സൗദിക്ക് സഹായമായിട്ട് വരും. തമ്മിലുള്ള ഒരു മിലിറ്ററി അലയൻസ് ഉണ്ട്. ആ അലയൻസ് പ്രകാരം വളരെ കൃത്യമായിട്ട് പാകിസ്ഥാന് സൗദിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സൈനിക സഹായം നൽകാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ്. പാകിസ്ഥാൻ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള കരാർ സൗദി റദ്ദാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ് പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ ഇങ്ങനെയെങ്കിലും നിലനിർത്തുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ സാമ്പത്തിക സഹായം ഇല്ലാതായാൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും. അങ്ങനെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അതിലുണ്ട്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക
ഇപ്പോൾ ആ, ഈ ഒരു ഗൾഫിന്റെ സഹായത്തോടു കൂടി ഈ യുദ്ധം തുടരാനോ ഉം. അതല്ലെങ്കിൽ ഈ പിന്നെ ഇന്ത്യയുടെ അല്ലെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഇനി യുദ്ധം തൽക്കാലം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെയും മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ലോകത്തിന്റെ മുഴുവൻ ഊർജ്ജ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞങ്ങൾ തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനോ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രമിക്കാനാണ് അമേരിക്ക ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇത് തന്ത്രപരമായ ഒരു സമയം. അവരുടെ അമേരിക്കയുടെ ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടിട്ടിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ടിട്ടിരിക്കുക. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ ഇതിൽ സുന്നി ഷിയ വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് ആ വിഷയം ഉണ്ട്. അത് നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇത്തരം സംശയങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനം നമ്മൾക്ക് ഗൾഫ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഇടതുപക്ഷ ഒരു രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് കേരളത്തിൽ. അതായത് കേരളത്തിലെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് മുസ്ലിങ്ങള് ഒരു ഹോമോജിനസ് ഗ്രൂപ്പാണ്. അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹോമോജിനസ് ഹലോ അങ്ങനെ ഉള്ള എനിക്ക് കേൾക്കാം. ആ ഹോമോജിനസ് ഗ്രൂപ്പ് ആണ് എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തീരുമാനം. യഥാർത്ഥത്തിൽ ഷാ ഭരിച്ചിരുന്ന കാലം തൊട്ടേ അറബികളും പേർഷ്യക്കാരും തമ്മിൽ സംഘർഷത്തിലാണ്. ഷാ ഭരിച്ചിരുന്ന കാലത്ത് ഇസ്രായേലും ഇറാനുമായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇറാനിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കും ഇസ്രായേലിന്റെ സഹായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലിന്റെ ടെക്നോളജി ആയിരുന്നു. അന്ന് ഇറാനിയൻസ് പാശ്ചാത്യരെ അനുകരിക്കുകയായി. ഇപ്പൊ ഞാൻ ഒരുപാട് ഇറാനിയൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ എന്റെയും മനസ്സിൽ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ഇറാൻകാർക്ക് ഇന്ത്യയോട് വലിയ സ്നേഹമാണെന്നാണ്. അതൊക്കെ ചുമ്മാതാണ്. എന്റെ വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. അറബികൾക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുമായിട്ട് അടുപ്പമുള്ളത്. അത് നമ്മൾ ഈ ഒരു ഇന്ത്യക്കാരനെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു അറബിയില്ല. എല്ലാ ഇന്ത്യക്കാരും അറബികളെ കണ്ടിട്ടില്ല, പക്ഷെ എല്ലാ അറബികളും ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ മനസ്സിലായോ അങ്ങേക്ക്? മനസ്സിലായി. അതായത് ഗൾഫിലെ ഏത് രാജ്യത്തിലെ ഒരു അറബ് പൗരനാന്നിരിക്കട്ടെ, അവരൊക്കെ ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്, ഇന്ത്യക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഇന്ത്യക്കാരുമായിട്ട് എങ്ങനെ പിന്നെ ഇടപെടണം എന്നറിയാം. നമ്മൾ വ്യത്യസ്ത മതവിഭാഗങ്ങളായിരിക്കാം, പക്ഷെ ഇന്ത്യ എന്ന സംസ്കാരത്തെ അവർക്കറിയാം. അറബികൾ. ഇറാനിയൻസ് അങ്ങനല്ല. ഇറാനിയൻസ് സ്വയം ചിന്തിക്കുന്നത് ഞങ്ങൾ ആര്യന്മാരാണ്, ഞങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ തുല്യരാണ്, പാശ്ചാത്യ ലോകവുമായിട്ടാണ് അവർക്ക് അടുപ്പം വേണ്ടത്. പക്ഷെ ഇപ്പൊ പാശ്ചാത്യ ലോകം തൽക്കാലം അവരെ അടുപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അവര് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് സൗഹൃദം കാണിക്കുന്നതെന്നാണ് എൻ്റെ അനുഭവം. അങ്ങനെയാകാം. രണ്ടാമത് എന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. അതായത് പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്, പേർഷ്യൻ സംസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമെന്ന് ഇപ്പോഴും അവർ വിശ്വസിക്കുക, നമ്മളിവിടെ ചെയ്യുന്ന പോലെ. അതെ, തീർച്ചയായിട്ടും. അതായത് പൗരാണിക സംസ്കാരമാണ്. അതായത് ഈ സൊറാഷ്ട്രിയ മതം ഉണ്ടായിരുന്ന കാലത്ത് അത് പൗരാണിക സംസ്കാരമാണ്. ചൈന, ഇന്ത്യ, ഇറാൻ, ഗ്രീസ്, പിന്നെ സിറിയ, തുർക്കിയൊക്കെ അടങ്ങുന്ന ഒരു പഴയ കാലത്തെ ഒരു എംപയറുണ്ട്. ഇതെല്ലാമാണ് ലോകത്തിലെ പൗരാണിക സംസ്കാരങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആൾക്കാരാണെന്നാണ് അവരുടെ തന്നെ വിലയിരുത്തൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭാഷ കാട്ടറബി എന്നാ പറയുന്നത്. അല്ല, അത് എനിക്ക് മലയാളി ഈ കേരളത്തിലെ ഒരു കാട്ടറബി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ എനിക്കത് സത്യം പറഞ്ഞ അത്ഭുതമാണ്. കാരണം അറേബ്യയിൽ കാടില്ല. കാടില്ലാത്ത അറേബ്യയിലെ കാട്ടറബി എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ ഒരു വംശീയ അധിക്ഷേപമാണ് ഈ കാട്ടറബി എന്ന വാക്ക്. അതായത് കറുത്ത അറബികളെ ആക്ഷേപിക്കുന്നതാണ് കാട്ടറബി എന്നുള്ള വാക്ക്. അറബികൾ വെളുത്ത ആൾക്കാരാണ്, പക്ഷെ അവരുടെ അടിമകൾ. അതെ, മൈഗ്രേഷൻ അല്ല, അവരുടെ പിന്നെ അറബികൾ പഴയ കാലത്ത് അവരുടെ ജോലി ആഫ്രിക്കൻ അടിമകളെ പിടിച്ച് പാശ്ചാത്യർക്ക് വിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ ചില ആൾക്കാരെ അവര് സ്വന്തം അടിമകളാക്കി സൂക്ഷിച്ചു. ചില സ്ത്രീകളെ അവർക്ക് മക്കളുണ്ടായി. ഇതിൽ ചിലർക്കൊക്കെ അവർ പൗരത്വം കൊടുത്തിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സൗദിയിലെ ഏതാണ്ട് ഒരു 10% ആൾക്കാർ കറുത്ത അറബികളാണ്, കറുത്ത നിറമുള്ളവരാണ്. പക്ഷെ അവർക്ക്
ഒരു പിന്നെ ഗൾഫ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഉം, ഉം, ഉം. വളരെ വളരെ അപൂർവമാണ്. ആ, എനിക്ക് തോന്നുന്ന ഇതിൽ കുറച്ച് വ്യത്യസ്ത ഒമാൻ മാത്രമാണ്. ഒമാനിൽ ഒമാന് കുറച്ചു പേർക്ക് ഉന്നത ഉദ്യോഗമുണ്ട്. പക്ഷെ ഒമാനും അതുപോലെ യമനും അങ്ങനെ ഒരിക്കലും ഒരു തന്നെയാണ്. അംബാസഡർ ആയിട്ട് അംബാസഡർ ആയിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒന്നും ഒരു കറുത്തറിവ് അത് പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. അപ്പൊ വിഷയത്തിൽ എനിക്ക് ഇതിനകത്ത് മാറിപ്പോകും. പറയാനുള്ള ഒരു അഭിപ്രായം ഇവിടെ യുദ്ധം തുടരാൻ കാരണം ഗൾഫിന് സ്വാഭാവികമായിട്ടൊരു ഭീതിയുണ്ട്. ഈ ഗൾഫിന്റെ എണ്ണ നീക്കത്തെ അല്ലെങ്കിൽ പ്രകൃതിവാതക നീക്കത്തെ നാളെ ഇറാൻ തടസ്സപ്പെടുത്തിയാൽ അതിനെ എങ്ങനെ നേരിടും? അക്കാര്യത്തിൽ ഉറപ്പ് ഗൾഫിന് കൊടുക്കാതെ അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഓടിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതില് ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈന്യം അവരെ സഹായിക്കണമെന്ന് സൗദി ആഗ്രഹിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ മറ്റു രാജ്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വിഷയം പരിഹരിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അതിന്റെ ഒരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഇപ്പൊ സമയപരിമിതി പോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.